പത്തനംതിട്ട കോയിപ്പുറത്ത് യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പരാതിക്കാരുടെ 3 മൊബൈൽ ഫോണുകൾ പോലീസ് കണ്ടെത്തി. പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ പ്രതികളുടെ വീട്ടിൽ നിന്ന് വാക്കത്തിയും കട്ടിംഗ് പ്ലെയറും കിട്ടിയിട്ടുണ്ട്. ദമ്പതികൾ നടത്തിയ ക്രൂരതയുടെ വിവരങ്ങൾ ഈ ഞായറാഴ്ചയാണ് പുറത്തറിഞ്ഞത്. അന്വേഷണത്തെ 3 തലങ്ങളിൽ സഹായിക്കുന്നതാണ് കിട്ടിയ തെളിവുകൾ. കേസ് അന്വേഷണത്തിൽ വലിയ മുന്നേറ്റമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത്. പരാതിക്കാരിൽ ആലപ്പുഴ നീലമ്പേരൂർ സ്വദേശിയുമായി പ്രതികളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് നിർണായക തെളിവുകൾ കിട്ടിയത്. 19-കാരന്റെ ഐഫോൺ അടക്കം 2 ഫോണുകൾ, റാന്നി സ്വദേശി 30-കാരന്റെ 1 ഫോൺ എന്നിവ ദമ്പതികളുടെ വീട്ടിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. ആക്രമിക്കാൻ ഉപയോഗിച്ചതായി കരുതുന്ന വെട്ടുകത്തി, പ്ലെയർ എന്നിവയും പോലീസിന് കിട്ടി. അന്വേഷണത്തെ ഇത് 3 തലങ്ങളിൽ സഹായിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. സ്നേഹപൂർവ്വം ക്ഷണിച്ചു വരുത്തുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് ഉയർന്നുവന്ന പരാതി. യുവാക്കളുടെ ഫോണുകൾ ദമ്പതികൾ പിടിച്ചുവാങ്ങിയെന്ന ആരോപണത്തെ ഇത് സാധൂകരിക്കും. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു വേലാണ്. അത് ഈ ആഭിചാരക്രിയയുടെ ഭാഗമായോ പൂജയുടെ ഭാഗമായോ വീട്ടിൽ സ്ഥാപിച്ചിരുന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, ഒരു ക്യാമറ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇത് ബെഡ്റൂമിനുള്ളിലെ ദൃശ്യങ്ങൾ പകർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി വെച്ചതാണോ എന്നതിനെക്കുറിച്ച് അറിയുകയില്ല. എന്തായാലും അതിന്റെ ലക്ഷ്യം ബെഡ്റൂമിന് സമീപത്തെ ദൃശ്യങ്ങൾ പകർത്തുക എന്ന് തന്നെയാണ്. ആ വീടിനോട് ചേർന്ന് നമ്മൾ സാധാരണ ബോക്സിങ്ങിനൊക്കെ പരിശീലിക്കുന്ന ഒരു നമ്മൾ കെട്ടിത്തൂക്കിയിട്ട് ഇടിക്കുന്ന ആ ഒരു ഉപകരണമൊക്കെ ഇവിടെ കിടപ്പുണ്ട്. കല്യാണം കഴിച്ചേച്ച് വന്ന ഒരു വരനെ പോലുണ്ട് അവനെ നോക്കണ്ടിട്ട്. അവൻ ഹാപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. പക്ഷെ അവൻ ഇവിടെ ഉള്ളവരെല്ലാം കൂടെ 2 കൊടുത്തില്ലല്ലോ എന്നുള്ള സങ്കടമാണ് ഞങ്ങൾക്ക് ഇപ്പം വന്നേക്കുന്നത്. ജയേഷിനോട് ഞാൻ ചോദിച്ചല്ലോ, നീ ഈ കോളനിക്കകത്ത് ഇരുന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയല്ലോടാ നീ എന്ന് ചോദിച്ചു. പോലീസുകാർ ഒന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറഞ്ഞില്ല. അവന് തല കുനിച്ചങ്ങ് പോവുമായിരുന്നു. പക്ഷേ അയ്യോ, ഇത് എന്തൊരു ഭയങ്കര അത്ഭുതമാണ്. ഇവനെ ഇനി പുറം ലോകം കാണിക്കാതിരുന്ന നല്ല കാര്യം. ആരോപിക്കപ്പെടുന്ന ദിവസം പ്രതികളും പരാതിക്കാരും ഒരേ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നുവെന്ന് ശാസ്ത്രീയമായി പോലീസിന് തെളിയിക്കാനുമാകും. കഴുത്തിൽ വെട്ടുകത്തി വെച്ച് ഭീഷണിപ്പെടുത്തുക, നഖങ്ങൾ പിടിതെടുക്കാൻ ശ്രമിക്കുക എന്നിവയ്ക്ക് ഉപയോഗിച്ചതാണ് കണ്ടെത്തിയ ആയുധങ്ങൾ. പരാതിക്കാരനായ റാന്നി സ്വദേശി 30-കാരനെ അടുത്ത ദിവസം വിളിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് ലക്ഷ്യം. പ്രതികൾക്കെതിരെ പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷമായിരിക്കും ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങുക. പ്രത്യേക അന്വേഷണ സംഘം പ്രതികളുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ 3 മൊബൈൽ ഫോണുകളും ഫോറൻസിക് സയൻസ് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. പരാതിക്കാരും 2ാം പ്രതി രശ്മിയും തമ്മിലുള്ള അടുപ്പത്തിന്റെ വിശദാംശങ്ങൾ ഈ പരിശോധനയിലൂടെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. വിശേഷിച്ച് വാട്സാപ്പ് ചാറ്റുകൾ. 1ാം പ്രതി ജയേഷ്, 2ാം പ്രതി രശ്മി എന്നിവർ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ആദ്യഘട്ടത്തിൽ കേസ് അന്വേഷിച്ച ആറന്മുള പോലീസ് കസ്റ്റഡി കാലാവധി പൂർത്തിയായതോടെ ഞായറാഴ്ച വൈകുന്നേരം ഇരുവരെയും കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. അവള് പഞ്ചപാവം പോലെ അവള് നടക്കുന്നു. ഒരു മനുഷ്യരോട് മിണ്ടത്തില്ല. അവനും അതുപോലെ ഒരുത്തരോടും മിണ്ടത്തില്ല. മിണ്ടുമായിരുന്നു അങ്ങേ വീട്ടില്. അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരോടും അവള് മിണ്ടത്തില്ല. അവന്റെ അമ്മ വലിയ പൂജാരിയായിരുന്നു. ഇതുപോലെ ക്ഷുദ്രപ്രയോഗമൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടല്ലേ മക്കളും വളർന്നത്. ആ രീതിയാണ് അവനും അങ്ങനെ ചെയ്തേക്കുന്നത്. ഇവരങ്ങനെ കൂടുതലായിട്ട് ആരുമായിട്ട് സഹകരണമില്ല. ഒരു അച്ഛനുള്ളപ്പോഴും അമ്മയുള്ളപ്പോഴും പിന്നെ ഇവരൊക്കെ ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മളെ അറിയാം. ഈ മാസം 1-ാം തീയതി ആലപ്പുഴ സ്വദേശിക്കും തിരുവോണനാളിൽ വൈകുന്നേരം റാന്നി സ്വദേശിക്കും മർദ്ദനമേൽക്കുകയാണുണ്ടായത്. ദമ്പതികളുമായുള്ള സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരെയും വിളിച്ചു വരുത്തി. തുടർന്ന് രശ്മിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി അഭിനയിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തി. കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു. രഹസ്യഭാഗങ്ങളിൽ സ്റ്റാപ്ലെയർ അടിച്ചു. നഖത്തിൽ മൊട്ടുസൂചി തറച്ചു. അടിച്ച് മുറിപ്പെടുത്തി. മുറിവുകളിൽ മുളക് സ്പ്രേ ചെയ്തു. പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് പ്രതികൾ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന ദൃശ്യങ്ങൾ. രശ്മിയുടെ ഫോണിൽ ഇത്തരത്തിലുള്ള 5 വീഡിയോകളുണ്ട്. ജയേഷിന്റെ ഫോൺ തുറന്നു പരിശോധിക്കുന്നതിനായി സൈബർ സെല്ലിന് കൈമാറിയിരിക്കുകയാണ്.
കെ അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.